കേരളത്തിലെ യുക്തിവാദികൾ രണ്ട് വിധം. ഒന്ന്, സംഘീ യുക്തിവാദി. എന്താണെന്ന് പറഞ്ഞാൽ ഈ ജൂതവിരുദ്ധത എത്രത്തോളം ഈ ഒരു വിഷയത്തിലുണ്ട്, ഇതിൽ മതം ഒരു പ്രധാന ഘടകമാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയം പരിഹരിക്കപ്പെടാതെ പോലും പോകുന്നതിന്റെ കാരണം മതമാണെന്ന് പോലും അംഗീകരിക്കാൻ പറ്റാത്ത ആളുകളാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള. വിഭവങ്ങൾ പങ്കുവെക്കുന്നതിനെ കുറിച്ചാണ് തർക്കമൊക്കെ പറഞ്ഞത്. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്നോ പരിഹരിക്കപ്പെടേണ്ടത്. കാരണം ഇസ്രായേലിന് മുന്നേ രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇസ്രായേലിന് ശേഷം രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ കാര്യം വരുമ്പോൾ മാത്രം അത് ഉണ്ടാവാതെ പോകുന്നതിന്റെ കാരണം ഇത് വഖഫാണെന്നുള്ളത്, ഇത് ജൂതരാഷ്ട്രം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്, അവസാന ജൂതനെ കൊന്നതല്ലാതെ ലോകം അവസാനിക്കില്ല എന്നുള്ള മത അധ്യാപനം, ഇത് ജിഹാദിലൂടെ പരിഹരിക്കപ്പെടേണ്ടതാണെന്നുള്ള വിഷയം. ഹമാസിന്റെ ചാർട്ടറിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന സാധനം, Allah is the target, the prophet is the model, the Quran is the constitution, jihad is its path, and death for the sake of Allah is the most loftiest of its wishes. ഇത്രയും എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്ന് സമാധാനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂഢസ്വർഗ്ഗത്തിലാണെന്ന് എനിക്ക് അവരെ അതിലേക്ക് പിന്നീട് വലിച്ചിഴച്ചു കൊണ്ടുവന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് ജെറുസലേമിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന അൽ ഹുസൈനിയാണ്. അതിന് കാരണം അവരുടെ മതപുസ്തകം തന്നെയാണ്. മതപുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും ഒരു ജൂതനെ സുഹൃത്താക്കി വെക്കാൻ പാടില്ല. ഈ പ്രദേശത്ത് ഒറ്റ ജൂതൻ ജീവിക്കാൻ അനുവദിക്കരുത്. അഥവാ ഉണ്ടെങ്കിൽ ദിമ്മികളായിട്ട് മാത്രമേ താമസിക്കാവുള്ളൂ. ഇനി അവസാനത്തെ ജൂതനെയും കൊന്നു തീർക്കാതെ നിങ്ങൾക്ക് മദ്യപ്പഴിയും ഹൂറിയും ഒന്നും കിട്ടില്ല. ഇനി ഏതെങ്കിലും ജൂതൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മരത്തിന് കീഴിൽ നിന്ന് കഴിഞ്ഞാൽ ആ മരം എന്ന് വിളിച്ച് പറയും, ജനറായിട്ട് ഒരു ജൂതൻ ഇരിക്കുന്നു, വന്ന് കൊല്ല് എന്ന് പറയുമ്പോൾ പോയി കൊല്ലണം എന്ന് പറഞ്ഞിരിക്കുന്ന മതപുസ്തകം പഠിച്ച് അത് പഠിപ്പിച്ചിട്ടാണ് ഇദ്ദേഹം ഇവർക്ക് നേരെ വലിയ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെ സംഘീയുക്തിവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ മുസ്ലിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തതിന്റെ കാരണം അത് ഞമ്മന്റെ കിതാബിൽ പറഞ്ഞിട്ടുള്ള ജൂതവിരോധമാണ്, ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുള്ള ജൂതവിരോധമാണ്, മതം പറഞ്ഞതുകൊണ്ടാണ് അവർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാത്തത് എന്നാണ്. രണ്ടാമത്തെ യുക്തിവാദികൾ സംഘിപ്പാളയത്തിൽ പോയി തലവെക്കാത്ത, നിഷ്പക്ഷമായി പഠനം നടത്തി അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ പറയുന്ന യുക്തിവാദികൾ. ഇതന്നെയാണ് മിഡിൽ ഈസ്റ്റിലെ മിക്ക രാജ്യങ്ങൾ, ഇസ്രായേൽ പാലസ്തീൻ ആയിക്കോട്ടെ, ഈജിപ്റ്റ് ആയിക്കോട്ടെ, എന്ത് നിങ്ങൾ അവിടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ എടുത്താലും ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ വിഷയം തന്നെ എടുക്കുക. ഇന്ന് പലരും പറയുന്നത് ഖുറാനിലെ ജൂതവിരോധതയുണ്ട്, അതൊക്കെയാണ്, അതുകൊണ്ടാണ് ഇസ്രായേൽ പാലസ്തീൻ വിഷയം. പാലസ്തീനിൽ ഒട്ടോമൻസ് ഭരിക്കുമ്പോൾ ഖലീഫയായിട്ടുള്ള വ്യക്തി, ഖലീഫയെക്കാളും എന്തായാലും ഇസ്ലാം എന്തായാലും ഇന്നത്തെ ഹമാസ് അറിയുന്നത് ഞാൻ കരുതുന്നില്ല. ഖലീഫയായിട്ടുള്ള വ്യക്തി സുൽത്താനൊക്കെ അന്ന് പ്രൊക്ലമേഷൻ നടത്തുന്നുണ്ട്, ജിസ്സി ഒഴിവാക്കി കൊടുക്കണം, ജൂതന്മാർക്ക് ജിസ്സി ഒഴിവാക്കി കൊടുക്കണം, അവർക്ക് തുല്യ അവകാശം കൊടുക്കണം. എന്താണെന്ന് അവർക്ക് വൈറസില്ലായിരുന്നു. മുസ്ലിങ്ങൾ ജൂതന്മാരെ സപ്പോർട്ട് ചെയ്യാത്തത് അത് ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുള്ള ജൂതവിരോധം മൂലമാണ് എന്നൊക്കെ അടിച്ചുവിടുന്ന സംഘിയുക്തിവാദികൾക്ക് ഒരു 10 നൂറ്റാണ്ടിലെ ചരിത്രം പോലും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ജൂത സമൂഹം നൂറ്റാണ്ടുകളോളം പീഡനം അനുഭവിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ്. വർഷങ്ങളോളം കഠിന പീഡനം അനുഭവിച്ച് പലയിടങ്ങളിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു വിഭാഗമാണ് ജൂത സമൂഹം. യൂറോപ്പിൽ 12, 13, 14 നൂറ്റാണ്ടുകളിൽ പലയിടങ്ങളിലായി കഠിനമായി പീഡനം അനുഭവിച്ചവരാണ് ജൂതന്മാർ. പീഡനം നേരിട്ടത് മറ്റാരിൽ നിന്നുമല്ല, ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ നിന്നായിരുന്നു അവർ പീഡനം അനുഭവിച്ചത്. അവരെ പീഡിപ്പിക്കാനുള്ള കാരണം എന്തായിരുന്നു? അന്നത്തെ പോപ്പുമാരും ക്രിസ്തീയ നേതാക്കന്മാരും ജൂതന്മാർക്ക് എതിരെ പടച്ചുവിട്ടിരുന്ന വംശീയപരമായിട്ടുള്ള, വിദ്വേഷപരമായിട്ടുള്ള പരാമർശങ്ങളായിരുന്നു. സെന്റ് മാർപ്പാപ്പ മൂന്നാമൻ അവിടുന്ന് ഫത്വ ഇറക്കുകയാണ്, ക്രിസ്തുവിനെ കൊന്നതിന്റെ പേരിൽ ജൂതന്മാർ നിത്യ അടിമകളാണ് എന്ന്. അങ്ങനെ ജൂതന്മാർ ക്രിസ്തുവിനെ കൊന്നിട്ടുള്ളവരാണെന്നും അതുകൊണ്ട് തന്നെ അവർ സമൂഹത്തിൽ വെറുക്കപ്പെടേണ്ടവരാണെന്നും അന്നത്തെ ക്രിസ്തീയ സഭകളാൽ തന്നെ പഠിപ്പിക്കപ്പെടുകയും അതുമൂലം അവിടുത്തെ ജനങ്ങൾ ആ ഒരു അർത്ഥത്തിൽ ജൂതന്മാരെ കാണുകയും ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ വലിയ പീഡനങ്ങൾ അവർ അനുഭവിക്കുകയും ചെയ്തു. ജൂതന്മാർ വംശീയപരമായിട്ടുള്ള പരാമർശങ്ങൾക്ക് വിധേയമാവുകയും പീഡനങ്ങൾ അനുഭവിക്കുകയും ചെയ്തു എന്നതു മാത്രമല്ല, യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ക്രിസ്തീയ സഭകളാലും അവിടുത്തെ ഭരണകൂടത്താലും ഇവരെ ആട്ടിയോടിക്കപ്പെടുകയായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് 12-ാം നൂറ്റാണ്ടിൽ, ഫ്രാൻസിൽ നിന്ന് 13-ാം നൂറ്റാണ്ടിൽ, ജർമ്മനിയിൽ നിന്ന് 13-ാം നൂറ്റാണ്ടിൽ, പോർച്ചുഗലിൽ നിന്ന് 14-ാം നൂറ്റാണ്ടിൽ, റോമിൽ നിന്ന് 13-ാം നൂറ്റാണ്ടിൽ, സ്പെയിനിൽ നിന്ന് 14-ാം നൂറ്റാണ്ടിൽ, ഇറ്റലിയിൽ നിന്ന് 14-ാം നൂറ്റാണ്ടിൽ, ഈ പറയപ്പെട്ട വർഷങ്ങളിൽ മുകളിൽ പറയപ്പെട്ട രാജ്യങ്ങളിൽ നിന്നെല്ലാം ജൂതന്മാരെ ആട്ടിയോടിക്കപ്പെടുകയായിരുന്നു. അന്ന് യൂറോപ്പിലുണ്ടായിരുന്ന പ്ലേഗ് രോഗം, പ്രത്യേകിച്ച് സ്പെയിനിലൊക്കെ ഉണ്ടായിരുന്ന പ്ലേഗ് രോഗം, ആ രോഗത്തിന്റെ കാരണം പോലും ക്രിസ്തുവിനെ കൊന്നിട്ടുള്ള ജൂതന്മാരാണ് എന്ന് പ്രചരിപ്പിക്കപ്പെടുകയും അതിന്റെ പേരിലും പീഡനം അനുഭവിക്കുകയും സ്പെയിനിൽ നിന്ന് മാത്രം 14-ാം നൂറ്റാണ്ടിൽ 1,00,000-ലധികം ജൂതന്മാരെ ആട്ടിയോടിക്കപ്പെട്ടു എന്നാണ് ചരിത്രം. സ്പെയിനിൽ അന്ന് ജൂതന്മാർക്ക് 3 സാധ്യതകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നെങ്കിൽ ക്രിസ്ത്യാനിയാവുക. ക്രിസ്ത്യാനിയായാൽ തന്നെ അവരെ ഒരു സംശയത്തിന്റെ മുനയിൽ മാത്രമായിരുന്നു അവിടുത്തെ ക്രിസ്തീയ സഭകൾ കണ്ടിരുന്നത്. ഇവർ ജൂതന്മാർക്ക് ഒറ്റിക്കൊടുക്കുമോ എന്ന പേടിയിൽ, ഭയത്തോടെ മാത്രമായിരുന്നു ജൂതന്മാരിൽ നിന്ന് ക്രിസ്ത്യാനിയായവരെ അവിടുത്തെ ക്രിസ്തീയ സഭകളും ജനങ്ങളും കണ്ടിരുന്നത്. രണ്ടാമത്തെ സാധ്യത അവരുടെ പീഡനം അനുഭവിച്ച് അവിടെ കൊല്ലപ്പെടുക. മൂന്നാമത്തെ സാധ്യത നാടുവിടുക. അങ്ങനെ സ്പെയിനിൽ നിന്നും യൂറോപ്പിന്റെ ഈ പല ഭാഗങ്ങളിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട ജൂതന്മാർ അഭയം തേടി വന്നത് ഉസ്മാനിയ ഖിലാഫത്തിലേക്കായിരുന്നു, മുസ്ലിം ഭരണം നടക്കുന്ന രാജ്യത്തേക്കായിരുന്നു എന്നതാണ് നമ്മുടെ വിഷയം. അന്ന് ഉസ്മാനിയ ഖിലാഫത്തിന്റെ കീഴിലാണ് ഈ പറയുന്ന ഫലസ്തീനും ഇസ്രായേലും ഒക്കെ ഉള്ളത്. ഈ രാജ്യത്തേക്കാണ് ആട്ടിയോടിക്കപ്പെട്ട ജൂതന്മാർ അഭയം തേടിയെത്തിയത്. 14-ാം നൂറ്റാണ്ടിൽ 1500-ഓളം വരുന്ന ജൂതന്മാർ തുർക്കിയിൽ മാത്രം താമസിച്ചിരുന്നു എന്നാണ് ചരിത്രം. ആരുടെ തണലിലാണ് ഇവർ താമസിക്കുന്നത്? ഇസ്ലാമിക ഭരണത്തിന്റെ തണലിൽ, ഖലീഫയുടെ കീഴിൽ. അന്ന് ഖലീഫക്ക് ഖുർആൻ ഉണ്ടായിരുന്നില്ലേ? ഹദീസ് ഉണ്ടായിരുന്നില്ലേ? ഇവർ കടന്നു വരുമ്പോൾ തന്നെ ഇവരങ്ങ് വെടിവെക്കല്ലേ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇവരെ വെട്ടിക്കൊല്ലല്ലേ ചെയ്യേണ്ടത്? കാരണം ഖുർആനിൽ ജൂതവിരുദ്ധതയല്ലേ ഉള്ളത്, ഹദീസിൽ അതല്ലേ ഉള്ളത്.
തങ്ങളെ ഇസ്ലാമിക ഖലീഫമാർ സ്വീകരിക്കുന്നുണ്ട് എന്ന് യൂറോപ്പിൽ നിന്ന് പലായനം ചെയ്ത മറ്റു ജൂതന്മാർ അറിയുകയും അവരും ഈ പറയുന്ന ഓട്ടോമൻ സാമ്രാജ്യത്തിലേക്ക്, ഉസ്മാനിയ ഖിലാഫത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ അവർക്ക് പ്രത്യേകം ഒരു മില്ലത്ത് സിസ്റ്റം ഓട്ടോമൻ സാമ്രാജ്യത്തിൽ അവിടുത്തെ ഖലീഫമാർ രൂപപ്പെടുത്തി കൊടുക്കുകയും യൂറോപ്പിൽ നിന്ന് അവർ അനുഭവിക്കാത്ത പൂർണ്ണമായ സ്വാതന്ത്ര്യം, ആരാധനക്കുള്ള സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് 15, 16, 17, 18, 19 നൂറ്റാണ്ടുകൾ വരെ ഉസ്മാനിയ ഖിലാഫത്തിൽ ഈ പറയുന്ന ജൂതന്മാർ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചു എന്നാണ് ചരിത്രം. 19-ാം നൂറ്റാണ്ട് ആയപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ, ഇസ്ലാമിക ഖിലാഫത്തിൽ, ഉസ്മാനിയ ഭരണത്തിൽ 3 ലക്ഷത്തോളം വരുന്ന ജൂതന്മാർ താമസിച്ചിരുന്നു. അതെന്തേ? അന്നത്തെ ഇസ്ലാമിക ഖലീഫമാർക്ക്, അവർക്ക് ഫത്വ കൊടുക്കുന്ന വലിയ കൂറ്റൻ പണ്ഡിതന്മാർക്ക് ഈ പറയുന്ന ആയത്തും ഹദീസും അറിഞ്ഞിരുന്നില്ലേ? ജൂതന്മാർക്ക് 13-ാം നൂറ്റാണ്ടിലും 14-ാം നൂറ്റാണ്ടിലും മാത്രമല്ല ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ സമാധാനം ലഭിക്കുന്നത്. ജൂതന്മാർ പീഡനം അനുഭവിക്കപ്പെട്ട സമയത്തെല്ലാം സമാധാനത്തോടുകൂടെ അവരുടെ മതസ്വാതന്ത്ര്യത്തോടുകൂടെ ആരാധനാമുറകൾ നിർവഹിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ മാത്രമായിരുന്നു എന്നാണ് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. 5-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിലും അങ്ങനെ 7-ാം നൂറ്റാണ്ട് വരെ റോമിന്റെയും അപ്രകാരം സ്പെയിനിന്റെയും പല ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിക ഭരണം എത്തുന്നതുവരെ അവിടുത്തെ ജൂതന്മാർ ക്രിസ്തീയ സഭകളാൽ ആക്രമിക്കപ്പെട്ടവരായിരുന്നു. പല കൗൺസിലുകളിലും അവർക്കെതിരെ നിയമങ്ങൾ പാസാക്കിക്കൊണ്ടേയിരുന്നു. AD 558 ജൂതന്മാരോട് മതം മാറാൻ വേണ്ടി ഒരു കൗൺസിലിൽ തീരുമാനിക്കുന്നു. AD 694 മറ്റൊരു കൗൺസിലിൽ യഹൂദർ രാജ്യദ്രോഹികളാണെന്നും അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നും പറയുന്നു. AD 654 ജൂതന്മാരെ അവരുടെ ആരാധന ദിവസമായ സബത്ത് ആചരിക്കുന്നതിൽ നിന്നും വിലക്കുന്നു. AD 633 എല്ലാ ജൂതന്മാരോടും സ്നാനപ്പെടണമെന്ന് കൗൺസിൽ തീരുമാനിക്കുന്നു. ഇങ്ങനെ പല കൗൺസിലുകളിലും അവർക്കെതിരെ നിയമം പാസാക്കി അവരെ കഠിനമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഉമർ ബിൻ ഖത്താബിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം റോമിലേക്ക് വരുന്നതും അവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുന്നതും. ആ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലാണ് പിന്നീട് ഈ യഹൂദന്മാർക്ക് മതസ്വാതന്ത്ര്യത്തോടുകൂടെ അവരുടെ ആരാധനാക്രമം നിർവഹിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞത്. ഖലീഫ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലമായപ്പോഴേക്കും ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിന് വ്യാപ്തി കൂടുന്നു. അദ്ദേഹത്തിന്റെ പട്ടാളം താരിഖ് ബിൻ സിയാദിന്റെ നേതൃത്വത്തിൽ സ്പെയിനിലേക്കും അപ്രകാരം യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിയപ്പോൾ ആണ് അവിടെ ക്രിസ്തീയ സഭകളാൽ പീഡിപ്പിക്കപ്പെട്ടിരുന്ന ജൂതന്മാർക്ക് സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കാൻ കഴിഞ്ഞത് എന്നതാണ് ചരിത്രം. ആരാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു? ആരാണ് മുആവിയ റളിയല്ലാഹു അൻഹു? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഡയറക്റ്റ് ഹദീസും ഖുർആനും പഠിച്ച സ്വഹാബിമാരാണവർ. പ്രവാചകന്റെ നേരിട്ടുള്ള ശിഷ്യന്മാരാണവർ. അവർക്കെന്തേ ഈ ജൂതവിരോധം ഉണ്ടായില്ലേ? അവർക്കെന്തേ ഈ പറയുന്ന പ്രവാചകൻ പഠിപ്പിച്ച അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിച്ച ജൂതവിരോധം തിരിഞ്ഞില്ലേ?